ഒരു വരി കൂടി പറയാം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ഗോട്ട് എ പ്രോബ്ലം ഇൻ യുവർ ലൈഫ്, ദർ ആർ 3 types ഓഫ് പീപ്പിൾ. ദോസ് ഹു ആർ ഡിസ്കസിങ് അബൌട്ട് ദ പ്രോബ്ലം. പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നവർ ഒരു കാറ്റഗറിയിൽ പെടുന്നു, അത് നിങ്ങൾ ആവരുത്. പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നവർ സെക്കൻഡ് കാറ്റഗറി. പ്രോബ്ലത്തെ മെറിറ്റോറിയസ് റിസൾട്ടാക്കി മാറ്റുന്നവർ മൂന്നാമത്തെ കാറ്റഗറി. നെഗറ്റീവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നവർ, നെഗറ്റീവ് ഇല്ലാതെയാക്കുന്നവർ, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നവർ. എൻ്റെ മുമ്പിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന എല്ലാ വ്യക്തിയും മുമ്പിൽ വരുന്ന വ്യക്തിയുടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നവരാവണം. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നവരാകണം. അതാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ധന്യമായത്. നിങ്ങൾക്കറിയാമോ, ശ്രീകൃഷ്ണൻ കുന്തി മാതാവിനോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് വരാണ് വേണ്ടതെന്ന്. എന്താ കുന്തി മാതാവ് തിരിച്ചു പറഞ്ഞത്? നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്നത് എനിക്കറിയാം, അത് തെറ്റുമാണ്. എന്താ ഉത്തരം? എനിക്കെന്തും ദുഃഖം വേണം കൃഷ്ണ എന്ന് കുന്തി പറഞ്ഞു എന്നാണ് നിങ്ങളിൽ പലരും ധരിച്ചിരിക്കുന്നത്. അങ്ങനെ കുന്തി പറഞ്ഞിട്ടില്ല. കുന്തി എന്താ പറഞ്ഞിരിക്കണേ അറിയോ? എനിക്ക് ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ വേണം. ഐ വാണ്ട് പ്രോബ്ലം ഇൻ ദ ലൈഫ്. വൈ? ഓൺലി ദ പ്രോബ്ലംസ് ക്യാൻ മേക്ക് യു എനർജറ്റിക്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ പല 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 വഴികൾ നമ്മൾ ചിന്തിക്കുള്ളൂ. ജീവിതത്തിൽ പ്രശ്നമില്ലെങ്കിൽ എന്താ? ഒരു പ്രോബ്ലം ഇല്ല സാറേ, സുഖമായിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം പ്രഭാഷണത്തിന് എത്തിക്കോളാം, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്നാ പറഞ്ഞത്. വൈകുന്നേരം സാറിൻ്റെ പ്രഭാഷണം കേൾക്കാൻ എത്താം, കാരണം എനിക്കൊരു പ്രോബ്ലം ഇല്ല. ആ പ്രോബ്ലം ഉണ്ടായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അതിൽ നിന്ന് കരകയറുന്നവരാവണം ജ്യോതിഷന്മാർ. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നമ്മളുടെ ദശാകാലം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഉച്ചത്തിലുള്ള ഗുരുവിൻ്റെ ദശ അടിപൊളിയായിരിക്കും. അടിച്ചു കലക്കി പറയല്ലേ. എന്താ കാരണം? ഉച്ചത്തിലുള്ള ഗുരുവിന് നീചത്തിലുള്ള ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ഉച്ചത്തിലുള്ള ഗുരുവിൻ്റെ പകുതി ബലം പോയി. നീചത്തിൽ മേടം രാശിയിലുള്ള ശനിയുടെ ദൃഷ്ടി ഉച്ചത്തിലുള്ള ഗുരുവിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കണമെങ്കിലും, ഗുരുദശയിൽ എന്ത് അച്ചീവ്മെൻ്റ് ഉണ്ടാകണമെങ്കിലും കരഞ്ഞ് 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 ഇനി എനിക്കിത് കിട്ടിയില്ലെങ്കിലും വിരോധമില്ല ഈശ്വര എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അതാണ് നീചത്തിലുള്ള ശനി ഉച്ചത്തിലുള്ള ഗുരുവിനോട് ദൃഷ്ടിയുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഭാവത്തിൻ്റെ യോഗമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത്. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഒരു ദശ മാത്രം നോക്കിയിട്ട് ഒരു കാരണവശാലും നല്ല ദശയാണ്, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് പറയല്ലേ. ഈ പലതും ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, സ്വക്ഷേത്രം, ശത്രുക്ഷേത്രം, ദൃഷ്ടി, യോഗം, ഇത് നോക്കിയിട്ടേ പറയാവൂ. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ദശയ്ക്കകത്ത്, ഓരോ ദശയ്ക്കുമകത്ത് സ്വാപഹാരം മുതൽക്ക് അപഹാരകാലം വരുന്നുണ്ട്. അത് നിങ്ങൾ ജ്യോതിഷം പഠിക്കുന്നവർക്കറിയാം. ഇപ്പോൾ ഗുരുവിൻ്റെ ദശയാണെങ്കിൽ ആദ്യത്തെ 16 വർഷമാണ് ഗുരുവിൻ്റെ ദശ ഉണ്ടെങ്കിൽ 16 × 16/120 കാൽക്കുലേറ്റ് ചെയ്താൽ സ്വാപഹാരമായി. പിന്നെ ഗുരു കഴിഞ്ഞിട്ട് പിന്നെ ശനിയുടെ, പിന്നെ ബുധൻ്റെ, പിന്നെ കേതുവിൻ്റെ, പിന്നെ ശുക്രൻ്റെ അപഹാരം വരും. അപ്പോൾ ഗുരുവിൻ്റെ ദശ നല്ലതാണെങ്കിലും പ്രയോജനമില്ല. അതിൻ്റെ അപഹാരങ്ങൾ വരുന്നതെല്ലാം ചീത്തയാണെങ്കിൽ അവിടെ എല്ലാം പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് സാറിൻ്റെ ജാതകം അടിപൊളിയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ അർത്ഥം അയാൾക്ക് ജാതകം ചൊവ്വേ നേരെ പറയാൻ അറിഞ്ഞുകൂടാ. അതാ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സമയം കുറച്ചേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇതൊരു 12 മണിക്കൂർ ക്ലാസ്സാണ്. അതിനെ നമ്മൾ 3.5-4 മണിക്കൂറായിട്ട് തിരിക്കുക. ഇനി കണ്ടകശനി കൊണ്ടേ പോകൂ. എന്താ കണ്ടകശനി? ഈ കണ്ടകശനി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാക്കുകൾ കേട്ട് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം. നിങ്ങൾ ആരെങ്കിലും 2 പേര് ഒലക്കയിൽ കിടന്നിട്ടുണ്ടോ? ഒരുമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ നിങ്ങൾക്കത്? അത് ഒരുമ ഒലക്ക, ഓ ചേർത്ത് ഉണ്ടാക്കിയതാ. ഒന്നേ ഉള്ളൂ എങ്കിൽ ഒലക്ക കൊണ്ട് തല്ലണം. തല്ലിയിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഉണ്ടാവുമോ നിങ്ങൾക്ക്? ഒലക്ക കൊണ്ട് ആരെങ്കിലും തല്ലിയാൽ? അപ്പോൾ പണ്ടുള്ളവർ പറയുന്നത് അതേപോലെ എടുക്കല്ലേ, അത് നമ്മൾ മാറ്റിയെടുക്കണം, ഒന്ന് തിരുത്തി പറയണം. എന്നുവെച്ചാൽ അടി തെറ്റിയാൽ ആനയും വീഴുന്നല്ല പറയേണ്ടത്,
അടി തെറ്റിയാൽ പ്രസിഡന്റും വീഴും. അത് NSSന്റെ സെക്രട്ടറി ആയാലും വീഴും. മനസ്സിലായി? കുരയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല, കടിക്കുന്ന ജോയിന്റ് സെക്രട്ടറി കുരയ്ക്കില്ല. മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒന്നല്ല. ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കണ്ടാൽ ഇത് മാറ്റി പറയും. ഈ മാറ്റിപ്പോൾ ഞാൻ ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലതിൽ കണ്ടകശനി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ശനി തുലാം രാശിയിലാണ്, ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക. അയാൾക്ക് കണ്ടകശനിയിൽ എന്ത് കുഴപ്പം വരാനാ? കണ്ടകശനി കൊണ്ടേ പോകൂ. എന്തു കൊണ്ടുപോകുള്ളൂ? ആ വാക്ക് ഉണ്ടാ എടുത്ത് പറഞ്ഞതാ അവര്. 2 ഉണ്ടാ വന്നപ്പോൾ എടുത്ത് പറഞ്ഞതാണ്. 1, 4, 7, 10 കണ്ടക സ്ഥാനത്ത് ശനി ഉണ്ടെങ്കിൽ ആ കാലയളവ് കുറച്ച് റിസ്കി ആയിരിക്കുമെന്ന് പറയാനാണ് കണ്ടകശനി റിസ്കി ആണെന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ഈ ലോകത്തിൽ കണ്ടകശനി ഇല്ലാത്തവരാരും ഇല്ല. കാരണം ഈ ശനിക്ക് ഇങ്ങനെ കറങ്ങാണ്ടിരിക്കുമോ? വെറുതെ ഇരിക്കാൻ പറ്റുമോ ശനിക്ക്? ശനി MLA-യും മന്ത്രിയൊന്നുമല്ല, വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് ചുറ്റും. അപ്പം 4 വരും ഗ്രഹചാരത്തിലൂടെ, 10 വരും, 7 വരും. അതുകൊണ്ട് ഇയാളുടെ ശനി നല്ല ക്ഷേത്രത്തിൽ ലഗ്നാധിപതിയായിട്ടിരിക്കുകയാണെങ്കിൽ, ഉച്ചക്ഷേത്രത്തിലാണെങ്കിൽ, സ്വക്ഷേത്രത്തിലാണെങ്കിൽ, ബന്ധുക്ഷേത്രത്തിലാണെങ്കിൽ അയാൾക്ക് കണ്ടകശനിയും പ്രോബ്ലം ഉണ്ടാക്കില്ല, 7.5 ശനിയും പ്രോബ്ലം ഉണ്ടാക്കില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ ചോദിച്ചു നോക്കാം, അമ്മയുടെ 7.5 ശനി കാലത്ത് അമ്മയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു നോക്കാം. അമ്മയോട് ചോദിക്കാം. അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാം, അച്ഛന് കണ്ടകശനി ഉണ്ടായിട്ടുണ്ടോ ഗ്രഹചാരത്തിലൂടെ? നമ്മുടെ അമ്മയും അച്ഛനും പറയും, എന്ത് 7.5 ശനി, എന്ത് കണ്ടകശനി, എനിക്കിത് അറിഞ്ഞേകൂടാ, വീട്ടിൽ ഒത്തിരി ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അതൊന്നും നോക്കാൻ പോയിട്ടില്ലാടാന്ന് പറയും. അതാണ് സത്യം. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അല്ലാണ്ട് കണ്ടകശനിയോ 7.5 ശനിയോയിലോ പിടിച്ചു നിന്ന് ആൾക്കാരെ ഭയപ്പെടുത്തരുത്. പിന്നെ 7.5 ശനിക്കും കണ്ടകശനിക്കും ഒരു ഉപയോഗമുണ്ട്. എന്താ ഉപയോഗം അറിയോ? ഈ ശ്രീരാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് ദശരഥൻ പറഞ്ഞപ്പോൾ ശ്രീരാമന് ദേഷ്യം വന്നില്ല, ലക്ഷ്മണന് ദേഷ്യം വന്നു. ലക്ഷ്മണൻ വാളു ഊരിയിട്ട് രാമനോട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠന് അർഹതപ്പെട്ട രാജസിംഹാസനം ജ്യേഷ്ഠന് തരാതെ ജ്യേഷ്ഠനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഭരതൻ അത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ തല ഈ വാളുകൊണ്ട് ഞാൻ അറുത്ത് വീഴ്ത്തും എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അപ്പം രാമൻ പറയുന്നൊരു വരിയുണ്ട്, ലക്ഷ്മണ എന്നല്ല വിളിക്കുന്നത്, അയ്യി താത, അല്ലയോ മകനെ എന്നാ വിളിക്കുക. അനുജ എന്ന് പോലും അല്ല വിളിക്കുക. അല്ലയോ മകനെ, മനുഷ്യൻ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കരുത്, വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രവർത്തിക്കാൻ. മകനെ, നീ വികാരത്തിന് അടിമപ്പെടരുത്, വിചാരത്തിന് അടിമപ്പെടുകയാണ് വേണ്ടത്. എന്നിട്ട് 3-ാമത്തെ വരിയായിട്ട് പറയുന്നത്, കാരണാഭാവേ കാര്യാഭാവഃ. കാരണാഭാവേ കാര്യാഭാവഃ. ഏത് കാര്യം ലോകത്തിൽ സംഭവിച്ചാലും അതിനൊരു കാരണമുണ്ട്. അപ്പോ കാരണം ഇല്ലാതെയാക്കിയാൽ കാര്യം തന്നെത്താനെ ഇല്ലാതെയാവും. അതുകൊണ്ട് നമ്മൾ ചില വ്യക്തികളോട് പറയുന്നു എന്ന് വിചാരിക്കുക. ഒരാൾ വന്ന് പറയാം, എൻ്റെ ജീവിതം ഈ മിനിഞ്ഞാന്ന്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ പട്ടിയുടെ കൂട്ടിൽ നിർത്തി എന്ന് പറഞ്ഞ് ഒരു പ്രോബ്ലം പത്രത്തിൽ വന്നല്ലോ. ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക, ഓണർ, ഭയങ്കര ചങ്കൂറ്റമുള്ള സ്ത്രീയാണ്. ആ ചങ്കൂറ്റാണ് അവർക്ക് പ്രോബ്ലം ആയത്. പിന്നീട് അവർ ഒന്നിനും കീഴ്പ്പെട്ടില്ല. ഭയങ്കര അസാധാരണ ചങ്കൂറ്റത്തിൽ ധാർഷ്ട്യത്തോടുകൂടി സംസാരിച്ചു. ആ സ്ത്രീ മിനിഞ്ഞാന്ന് രാവിലെ എന്നെ വിളിച്ചു, എൻ്റെ അവസ്ഥ സാറിനോടൊന്ന് പറയാൻ 1.5 മണിക്കൂർ എനിക്ക് തരുമോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? ഒന്ന്, ഞാൻ യാത്രയ്ക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ധാർഷ്ട്യവും, എന്താ പറയുക, അഹങ്കാരം എന്ന് വേണമെങ്കിൽ അതും പറയാം, ആത്മാഭിമാനം എന്ന് വേണമെങ്കിൽ അതും പറയാം, ചങ്കൂറ്റം എന്ന് വേണമെങ്കിൽ അതും പറയാം, നിർഭയത്വം എന്ന് വേണമെങ്കിൽ അതും പറയാം, ധീരത എന്ന് വേണമെങ്കിൽ അതും പറയാം. ആ സ്ത്രീ തളർന്നപ്പോൾ ആ സ്ത്രീയെ
വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രയും ചങ്കൂറ്റമുള്ള സ്ത്രീയാ. ആ സ്ത്രീയുടെ ജാതകം നോക്കിയിട്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളൊരു കാരണം പറഞ്ഞു എന്ന് വിചാരിക്കാം, നിങ്ങൾക്കിപ്പോ കണ്ടകശനിയാണ്, അതുകൊണ്ട് പറ്റിയ അബദ്ധ. ഒരു വർഷം നിങ്ങൾ ശരിക്ക് പ്രവർത്തിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടി പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ പറയാൻ പോണില്ല, പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് മതി ആ സ്ത്രീയുടെ ജീവിതം രക്ഷപ്പെടുത്താനും. ചിലപ്പോൾ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോവാണെങ്കിൽ അതിൽ നിന്ന് ആ സ്ത്രീയെ പിന്തിരിപ്പിക്കാൻ. അർത്ഥം മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആ നെഗറ്റീവ്, ആ കണ്ടകശനി എന്ന വാക്ക് ഈ സ്ത്രീയെ വേദനിപ്പിക്കാനല്ല, വേദനയിൽ നിന്ന് മറ്റൊരു വേദന കൊടുത്ത് മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി. യോഗാദവി വിഷം തീക്ഷ്ണം ഭവേത് വൈഷജ്യമുത്തമം വൈഷജ്യമഭിദുർയുക്തം ഭവേത് തീക്ഷ്ണം വിഷം. അർത്ഥം നോക്ക, ചരക സംഹിതയിലുള്ളതാ. യോഗാദവി ബൈ പ്രോപ്പർ കോമ്പിനേഷൻ, യോഗാദവി വിഷം തീക്ഷ്ണം, തീക്ഷ്ണമായ വിഷം പോലും ഭവേത് വൈഷജ്യം ഉത്തമം. അർത്ഥം മനസ്സിലായോ? കറക്റ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ ഏത് പോയ്സണസ് മെറ്റീരിയലിനെയും നമുക്ക് നല്ല മരുന്നായിട്ട് ഉപയോഗിക്കാം. വൈഷജ്യം അഭിദുർയുക്തം, നല്ല ഒരു മരുന്നാണെങ്കിൽ പോലും ദുരുപയോഗം ചെയ്താൽ ഭവേത് തീക്ഷ്ണം വിഷം. ഇവിടെ നമ്മൾ കണ്ടകശനി എന്ന നെഗറ്റീവ്, അവരിപ്പോ അനുഭവിക്കുന്ന നെഗറ്റീവിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അവിടെ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും. ഏതുപോലെ കണ്ടകശനി 6-7 കൊല്ലവും 6-7 മാസവും കൂടി ഉണ്ട്, അല്ലെങ്കിൽ 1 വർഷമുണ്ട്. ആ 1 വർഷം ചങ്കൂറ്റത്തോടു കൂടി നന്നായിട്ട് പ്രവർത്തിക്കുക, ധൈര്യമായിട്ട് പ്രവർത്തിക്കുക, കാണേണ്ടവരെ കാണുക, ലീഗൽ നോട്ടീസ് അയക്കേണ്ടവരെ അയക്കുക, നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക. അതൊക്കെ ശരിയായി വരുമ്പോൾ നിങ്ങളുടെ കാലവും തെളിയും, നിങ്ങൾ പെർഫെക്റ്റ് ആവും. അപ്പം ആ സ്ത്രീക്ക് വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഉത്തേജനം കിട്ടും. അപ്പോൾ ഓർമ്മിക്കാനുള്ളത്, നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളുടെ ദശാകാലം, അപഹാരകാലം, ഛിദ്രകാലം, സൂക്ഷ്മകാലം ഇവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും പറയാൻ. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ആരുടെ ജാതകം നോക്കാറില്ല, അത് കാരണം എൻ്റർടൈൻ ചെയ്യാറുമില്ല. പക്ഷെ ജീവൻ മരണ പ്രശ്നവുമായിട്ട് ചിലർ വന്നാൽ ഞാൻ അപ്പോൾ നോക്കും. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, തമിഴ് സ്ത്രീയാ. അവർ പറഞ്ഞു, ഗോപാലകൃഷ്ണ, എന്നോട് അവസ്ഥ ഉങ്ങൾ പാക്ക വേണ്ടിയത് താൻ, എൻ്റെ അവസ്ഥയെ നിങ്ങൾ കാണണം. എനിക്ക് ഒരു മകനേ ഉള്ളൂ, 40 വയസ്സ് കഴിഞ്ഞാലേ അവൻ്റെ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം നിനക്കറിയാവുന്ന ജാതകം നോക്കിയിട്ട് നീ പറഞ്ഞു തരണം. എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം നടത്തി തരണം, നിനക്കറിയാവുന്ന കാര്യം നോക്കിയിട്ട്. ഞാൻ ഒരു ദിവസം മുഴുവനും നോക്കിയിട്ട് ഈ ശുക്രദശയും ബാക്കിയെല്ലാം 7-ാം ഭാവവും നോക്കിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു, ഈ വർഷം ജൂൺ മാസം 1-ാം തീയതി മുതൽക്ക് 16-ാം തീയതി വരെ ദശ, അപഹാരം, സൂക്ഷ്മം, ഛിദ്രം എന്ന ലെവലിലേക്ക് താഴ്ന്ന 16 ദിവസം ഉണ്ട്. ആ 16 ദിവസത്തിൽ നിങ്ങളുടെ അനിയനുമായിട്ട് ബന്ധപ്പെട്ട് മകൻ ഒരു വിവാഹാലോചന നടത്തിയാൽ ആ 16 ദിവസത്തിനകം നടക്കും. പക്ഷെ നിങ്ങളുടെ അനിയനുമായിട്ട് നിങ്ങൾ എന്ത് കണ്ടീഷനിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ ഈശ്വരാനുഗ്രഹം കൊണ്ട് തമിഴ് ബ്രാഹ്മണർ വീട്ടുകാർ തമ്മിൽ വലുതായിട്ട് സംസാരിക്കാറില്ല. അതിൻ്റെ അർത്ഥം വലിയ ശത്രുത്വത്തിലാണ് പതിവ്, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഈ കല്യാണം നടക്കുന്നതോടുകൂടി വീട്ടിലെ ശാന്തി എന്ന പരിപാടി ഇല്ലാണ്ടാവും. അതോടുകൂടി വീട്ടിനകത്ത് സ്വസ്ഥത ഇല്ലാണ്ടാവും. ഷേവി ചെയ്യുന്നൊരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത. ഈ രാഹുവും സൂര്യനും ഒരുമിച്ച് 7-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് ഷേവ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ത്രീ ആയിരിക്കുന്നവർ. അപ്പോൾ ഇവർ പറഞ്ഞു, ഏത് സ്ത്രീ ആയാലും കുഴപ്പമില്ല, എൻ്റെ മകനൊരു കല്യാണം നടന്നു കിട്ടണം. അവരും അനിയനും തമ്മിൽ ബന്ധമില്ല, ഭയങ്കര ദേഷ്യ, 40 കൊല്ലമായിട്ട് 40 വർഷമായിട്ട് ദേഷ്യ. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
ഇവരപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോ എടുത്ത് അനിയൻ്റെ വീട്ടിൽ പോയിട്ട് അനിയനോട് സംസാരിച്ചു, എൻ്റെ മകന് കല്യാണം നടത്തണം. ഇത് നടന്ന സംഭവം ഞാൻ അതേപോലെ പറയുകയാണ്, അതിനപ്പുറത്തേക്ക് ഞാൻ കിടക്കണില്ല. ഈ അമ്മാവൻ പറഞ്ഞു, എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, നമുക്ക് ഉടനെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനെ അമ്മയെ ബന്ധപ്പെട്ടു, അവർക്ക് സന്തോഷമാണ്. അവർ ആ വിവാഹം നടത്തി. ആ കുട്ടി നേരെ PRS ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് കിട്ടി. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ത്രീകളുടെ ഏതായാലും ആ വിവാഹം നടന്നു. 5 ദിവസം കഴിയുമ്പോൾ അടുക്കളയിൽ നിന്നെറിയുന്ന പാത്രം റോട്ടിലേക്ക് കാണും. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കണില്ല. അത് എൻ്റെ വീട് മുമ്പിലായത് കാരണം പലപ്പോഴും ആ പാത്രം അലുമിനിയത്തിൻ്റെ വീഴുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. ഏതായാലും കുറേ കഴിഞ്ഞ് അവർ മാറി താമസിച്ചു. ഇപ്പം നന്നായിട്ട് പോകും, ഒരു കുഴപ്പമില്ല. എന്തിനാ ഇത് പറഞ്ഞറിയോ? ചില കാര്യങ്ങൾ നമുക്കറിയാവുന്നത് ഒരു ഹിൻഡ് ചെയ്താൽ, എന്തിനാ ഹിൻഡ് ചെയ്യുന്നത്? അടുത്തത് നിങ്ങൾക്ക് വളരെ നല്ല കാര്യമല്ല, കുറച്ച് പ്രോബ്ലമുള്ള കാലമാവാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന കൊടുത്താൽ അതിൻ്റെ ഗുണം എന്താ അറിയോ? ഈ റോട്ടിലൂടെ പോകുന്ന ആള് റോഡിൻ്റെ കണ്ടീഷൻ അറിയാതെ 4ാമത്തെ ഗിയറിൽ വണ്ടിയിട്ട് ഓടിച്ച് ഒരു ഗട്ടറിൽ ചെന്ന് ചാടിയാൽ എന്താ സംഭവിക്കുക? ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ട. അപ്പോൾ മുമ്പിലുള്ള റോഡിനെ കുറിച്ചറിയാതെ അത് ഗട്ടറും കുഴിയും അബ്നോർമാലിറ്റി ഉള്ള റോഡാണെങ്കിൽ ഈ മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ 4ാമത്തെ ഗിയറിലിട്ട് വണ്ടി ഓടിക്കല്ലേ, പറ്റുമെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ ഗിയറിലിട്ട് പതുക്കെ പോകാൻ വേണ്ടിയാണ്. ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചാൽ അതറിയിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ ചൊവ്വാദശ അത്ര നല്ലതാണെന്ന് തോന്നണില്ല. ഈ ചൊവ്വാദശ 6ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, 6, 8, 12 ബന്ധപ്പെട്ടിട്ടുണ്ട്. 6, 8, 12 ആയിട്ട് ബന്ധപ്പെട്ടാൽ ആക്സിഡൻറ്റിൽ ആശുപത്രിയിൽ പോയിട്ട് മരണമുണ്ട്, ആശുപത്രിയിൽ വെച്ചുള്ള മരണമുണ്ട് 6, 8, 12 ബന്ധപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഷോക്കടിക്കും. അതിനെന്താ പറയുക? 6, 8, 12 ബന്ധപ്പെട്ടതുകൊണ്ട് കഴിയുന്നതും വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ട് പോവുക. വളരെയധികം മിനിമം സ്പീഡിലേ പോകാവൂ. കഴിയുന്നത്രയും ബസ്സിൽ പോയാൽ മതി. ആക്സിഡൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് ശ്രമിക്കണം. നമ്മൾ പച്ചയ്ക്ക് കാര്യങ്ങൾ പച്ചയായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിഷൻ പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ദശാകാലം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം അതെടുക്കാൻ. കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നറിയാം. ഒരു പാരഗ്രാഫ് കൂടി പറയാം. പ്രശ്നം വെക്കല്. ഈ പ്രശ്നം വെക്കൽ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിന് പുറത്തില്ല, കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വെക്കൽ. ഈ പ്രശ്നം എന്ന വാക്ക് അത് തന്നെ, അതിലെ ലഗ്നം, ആരൂഢ ലഗ്നം എടുക്കുന്നത് എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ ഇയാൾ വന്ന സമയത്ത് ലഗ്നം എടുക്കും, അതല്ലെങ്കിൽ താമ്പൂലം വെച്ച സമയത്ത് ലഗ്നം എടുക്കും, അതല്ലെങ്കിൽ കബഡി നിരത്തിയിട്ട് അതിനെ 12, 12 മാറ്റിയിട്ട് ബാക്കി വരുന്നത് മേടം രാശി മുതൽക്ക് വെച്ചിട്ട് ലഗ്നം എടുക്കും. ഓർമ്മിക്കുക, ഈ പ്രശ്നം വെക്കല് റീപ്രൊഡ്യൂസബിൾ അല്ല, റിപ്പീറ്റബിൾ അല്ല, ലോജിക്കൽ അല്ല, സയന്റിഫിക് അല്ല, റാഷണൽ അല്ല. വീണ്ടും പറയുന്നു, പ്രശ്നം വെക്കല് ലോജിക്കൽ അല്ല, റാഷണൽ അല്ല, റീപ്രൊഡ്യൂസബിൾ അല്ല, സയന്റിഫിക് അല്ല, റിപ്പീറ്റബിൾ അല്ല, യൂസ്ഫുൾ ആണ്. അർത്ഥം മനസ്സിലായി പറഞ്ഞത്? 5 എണ്ണമല്ല, 6ാമത്തെ. 5 പേര് പ്രശ്നം വെച്ചാൽ 5 ഉത്തരം കിട്ടും. 5 പേര് പ്രശ്നം വെച്ചാൽ 5 ഉത്തരം. ഇതറിയണം നമ്മൾ. നമ്മുടെ പൂർവികർ തന്നിരിക്കുന്ന അറിവുകൾ അത് ബ്ലൈൻഡായിട്ട് ഉപയോഗിച്ച് അത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന രീതിയിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കരുത്. അതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് പ്രശ്നം വെക്കൽ ലോജിക്കൽ അല്ല, റാഷണൽ അല്ല, റീപ്രൊഡ്യൂസബിൾ അല്ല, റിപ്പീറ്റബിൾ അല്ല, അതുപോലെ സയന്റിഫിക് അല്ല. യൂസ്ഫുൾ ആക്കാം. എങ്ങനെയാ യൂസ്ഫുൾ ആക്കാം? നിങ്ങൾ ഏതെങ്കിലും പ്രശ്നമായിട്ട് എൻ്റെ മുമ്പിൽ വരുമ്പോൾ നല്ലൊരു മനസ്സുള്ളവനാണെങ്കിൽ ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് അയാളോട് പറയും,
ഇന്ന ചെറിയ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ 3 പ്രാവശ്യം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകണം. അപ്പം അയാൾക്ക് കിട്ടുന്ന ആശ്വാസം എന്താ അറിയോ? അയാളുടെ പ്രോബ്ലത്തിന് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ്, കോസ് കണ്ടുപിടിച്ചു, പ്രശ്നം വെച്ച് കോസ് കണ്ടുപിടിച്ചു. ശരിയോ തെറ്റോ എന്നല്ല, അയാളുടെ മനസ്സിൽ അയാൾക്കൊരു ഉത്തരം കിട്ടി. എൻ്റെ ജീവിത പ്രശ്നത്തിന് കാരണം ഇതാണ്, ഈ ജ്യോത്സ്യൻ പറഞ്ഞതാണ് കാരണം. അയാൾ തന്നെ സൊല്യൂഷൻ പറഞ്ഞു. ഒരു ഭഗവതി സേവ നടത്തണം, ഒരു ഗണപതി ഹോമമോ ഭഗവതി സേവയോ നടത്തണം, ഏറ്റുമാനൂർ അപ്പന് നെയ്വിളക്ക് വെക്കണം, അല്ലെങ്കിൽ എള്ളുതിരി 7 ദിവസം കത്തിക്കണം, അതല്ലെങ്കിൽ ഒന്ന് ചിദംബരത്തിലേക്ക് പോയിട്ട് വരണം, അതല്ലെങ്കിൽ ഇപ്രാവശ്യം ശബരിമലയിലേക്ക് 41 ദിവസം വ്രതമെടുത്ത് പോയിട്ട് വരണം. ഇതെല്ലാം പ്രാക്ടിക്കബിളാണ്, പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റബിൾ ആണ്. ഞാൻ അത് തന്നെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റബിൾ ആണ്. ആ സൊല്യൂഷൻ അയാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോയി വരുമ്പോൾ ഈ പ്രോബ്ലത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് അയാൾക്കതൊരു പ്രോബ്ലം അല്ലാണ്ടായിത്തീരും. നിങ്ങൾ നോക്കിക്കോളൂ. ചില സുഖമില്ലാത്ത കുട്ടികളുള്ള വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും ചിരിക്കും, നല്ലോണം ചിരിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, ഇത്രയും സുഖമില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ ഈ അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുക? അവരോട് ചോദിക്കുക, ഞങ്ങൾ മകൻ്റെ സുഖമില്ലായ്മയെക്കുറിച്ച് ചിന്തിച്ച് അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ലാതെ ആയി തീർന്നു. അങ്ങനെയാണ് അപ്പോൾ അവർ ജീവിക്കുക. ഇത് ഈ പ്രശ്നം വെക്കുന്നതിലുണ്ട്. എന്താ അർത്ഥം അറിയോ? എന്തുകൊണ്ട് ഞാനും ഭാര്യയും തമ്മിൽ സ്വരച്ചേർച്ചയില്ല? എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ചെറിയ പ്രോബ്ലങ്ങൾ നടക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ മകള് തെറ്റായ വഴിയിലൂടെ പോകുന്നു? ഇങ്ങനെയുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഉത്തരം കിട്ടില്ല, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഉത്തരം കിട്ടിയെന്ന് വരില്ല. അപ്പോഴായി ജ്യോത്സ്യൻ്റെ അടുത്ത് പ്രശ്നം വെക്കാൻ വരണത്. അപ്പം ആ പ്രശ്നം വെക്കുന്ന ജ്യോത്സ്യൻ പറയും, നിങ്ങളുടെ അച്ഛൻ്റെ, ചേട്ടൻ്റെ, ഭാര്യയുടെ, അനിയൻ്റെ ഭർത്താവ് പണ്ട് എവിടെയോ തൂങ്ങി മരിച്ചിട്ടുണ്ട്, അങ്ങേരുടെ ആത്മാവ് ഈ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാണെന്ന് പറയും. ആത്മാവിന് കറങ്ങലല്ലേ ജോലി. ഏതായാലും ആ സ്റ്റേറ്റ്മെന്റ് ഇയാൾക്ക് കൺസോളേഷനാണ്. അപ്പൊ ആ ആത്മാവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ പ്രോബ്ലം പരിഹരിക്കാം. അപ്പോൾ കാരണാഭാവേ കാര്യം. ഈ പ്രശ്നം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദ്യം ചോദിക്കുക. പ്രശ്നം വെക്കുന്ന ആളുടെ പേര്, ഇതിനകത്ത് പ്രശ്നം വെക്കുന്ന ആൾക്കാരുണ്ടാവും, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയല്ല പറയാം. അവരുടെ മലയാളത്തിലെ പേരെന്താ? പ്രശ്നക്കാരൻ. അത് ശരിയാ, അത് തെറ്റല്ല. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ നെഗറ്റീവ് എടുത്ത് പറഞ്ഞതല്ല, ഡീഗ്രേഡ് ചെയ്ത് പറഞ്ഞതല്ല. കാരണം നിങ്ങൾ ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ ഇദ്ദേഹം അതിന് കൗണ്ടർ ചെയ്തുകൊണ്ട് വേറൊരു പ്രശ്നം ഇട്ട് കൊടുക്കാണ്, വേറൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കാണ്. ആ പ്രശ്നം തീർക്കാൻ ഈ ഭാര്യ ഭർത്താവും വീട്ടുകാരും ഒരുമിച്ച് ചേരും. അപ്പം അവരുടെ യഥാർത്ഥ പ്രശ്നം പോയി. ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ ഡീഗ്രേഡ് ചെയ്തോ ഡെനിഗ്രേറ്റ് ചെയ്തോ പറഞ്ഞതല്ല. പലപ്പോഴും പ്രശ്നം വെക്കുന്നത് കേരളത്തിൽ ഒരു സൊല്യൂഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ബോംബെയിൽ അന്തേരിയിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ 21 കമ്മിറ്റി അംഗങ്ങളാണ്. ഒരു ശാസ്താവിനെയും ഗണപതിയെയും പ്രതിഷ്ഠിക്കണം എന്നവർ തീരുമാനിച്ചു. അടുത്ത ആൾ വന്ന് പറഞ്ഞു മുരുകനെയും വേണമെന്ന്. അപ്പം തമിഴർ വന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ ഒന്നും പറയാറില്ല, ഒരു മാരിയമ്മയും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പം അയ്യപ്പനായി, ഗണപതിയായി, മുരുകനായി, മാരിയമ്മയായി. അതിനകത്ത് സ്ഥലമില്ല. അപ്പം ഇവരെന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു ദൈവത്തെ നമുക്ക് പ്രതിഷ്ഠിക്കാം, പിന്നെ ആലോചിക്കാം. അതാരാ തീരുമാനിക്കണേ? ഒരെണ്ണത്തിനെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിക്കണ ആരാ? അപ്പോൾ പ്രശ്നക്കാരനെ കൊണ്ടുവന്നു. അങ്ങേര് പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, ഈ മാരിയമ്മയ്ക്ക് ഇതിനകത്തിരിക്കാൻ സന്തോഷമില്ല, മാരിയമ്മയ്ക്ക് താല്പര്യമില്ല അവിടേക്ക് വരാൻ. അപ്പോൾ മാരിയമ്മയുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടി. ഇത് ഫഡ്നാവിസാ പറഞ്ഞതെങ്കിൽ ഇവർ വിശ്വസിക്കോ? ബോംബെയിലെ ചീഫ് മിനിസ്റ്റർ, മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്റർ മാരിയമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താൻ പോയി പണിയുന്നത് നോക്കാൻ പറയും. പ്രശ്നക്കാരൻ പറഞ്ഞുകൊണ്ട് അവർക്ക് മാരിയമ്മ ഒഴിഞ്ഞു കിട്ടി. പിന്നെ ഗണപതിക്ക് ഇപ്പം ഇവിടെ ഇരിക്കണമെന്ന് താല്പര്യമില്ല. 6ാം ഭാവവും 8ാം ഭാവവും ലഗ്നവും ഒരുമിച്ച് ചേർന്നത് കൊണ്ട് വിഘ്നേശ്വരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ താല്പര്യമില്ല. പിന്നെ മുരുകനും
ശാസ്താവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മണ്ഡലക്കാലം ആയതുകൊണ്ട് നമുക്ക് മുരുകൻ വേണോ അയ്യപ്പൻ വേണോ തീരുമാനിക്കാം. അതിപ്പോൾ 1 രൂപ മുകളിലേക്ക് ഇട്ട് ടോസ് ചെയ്താലും മതി. 1 രൂപ മുകളിലേക്ക് ഇട്ട് ഹെഡ് വന്നു കഴിഞ്ഞാൽ മുരുകൻ, ടെയിൽ വന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ ചെയ്താലും മതി. പക്ഷേ ഇത് രാശിചക്രം വെച്ചിട്ട് ലഗ്നത്തോട് ചേർന്നിട്ട് കണ്ടക ഭാവങ്ങളൊക്കെ കൂടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം തൽക്കാലം ശാസ്താവ് മതി. ഞാനപ്പോൾ കിഴി കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയും ശരി. അപ്പോൾ ആ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണാക്കാൻ പറ്റി. പോലീസുകാർ വന്നാൽ പറ്റില്ല. മനസ്സിലായോ? ഇവിടെ ഈ പ്രശ്നം വെക്കൽ ഞാൻ അല്പം തമാശയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അവിടെ ഇത് നടന്നത് ഞാൻ കണ്ടതാണ്. അവിടെ കണ്ടതും അനുഭവിച്ചതും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഏത് ശാസ്ത്രവും യൂസ്ഫുള്ളാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നും അവസാനത്തെ വാക്കല്ല. ഒരു പ്രത്യേകത പറയാനുള്ളത്, ഭാരതത്തിലെ പൈതൃകമായ ജ്യോതിഷവും വാസ്തുവും അല്ലെങ്കിൽ ആയുർവേദവും അതല്ലെങ്കിൽ ഗാന്ധർവവേദവും അത് ഉപയോഗിക്കുന്നവർക്ക് തെറ്റുപറ്റിയാൽ, ആയുർവേദം ഉപയോഗിക്കുന്നവർക്ക്, വാസ്തുവിദ്യ ഉപയോഗിക്കുന്നവർക്ക്, ജ്യോതിഷം ഉപയോഗിക്കുന്നവർക്ക് തെറ്റുപറ്റിയാൽ വിമർശിക്കുന്നവർ തെറ്റ് ഉണ്ടാക്കിയവനെ അല്ല വിമർശിക്കുന്നത്, ഭാരതീയ പൈതൃകത്തെയാണ് വിമർശിക്കുന്നത്. മനസ്സിലായി? ഒരു ജ്യോത്സ്യൻ തെറ്റ് ചെയ്താൽ ആ ജ്യോത്സ്യനെ അല്ല അവർ വിമർശിക്കാറുള്ളത്, ജ്യോതിഷത്തെയാണ് മൊത്തത്തിൽ വിമർശിക്കുക. ഒരു ഇംഗ്ലീഷ് ഡോക്ടർ, ഒരു MBBS MD പഠിച്ച ഒരു ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു രോഗി മരിച്ചാൽ അവർ മോഡേൺ മെഡിസിനെ വിമർശിക്കില്ല, ഡോക്ടറെ വിമർശിക്കും. അപ്പോൾ വെസ്റ്റേൺ സിസ്റ്റത്തിൽ ആർക്കെങ്കിലും അബദ്ധം പറ്റിയാൽ അബദ്ധം പറ്റിയവനെയാണ് വിമർശിക്കുക. ഭാരതീയ സിസ്റ്റത്തിൽ ആർക്കെങ്കിലും അബദ്ധം പറ്റിയാൽ ഭാരതീയ സിസ്റ്റത്തെയാണ് ആൾക്കാർ വിമർശിക്കുക. അർത്ഥം മനസ്സിലായോ? ആയുർവേദം കൊണ്ട് ചികിത്സിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോടോ എന്നാ ചോദിക്കുക. ആ ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നല്ല ആയുർവേദത്തിന് അബദ്ധം പറ്റിയാൽ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്നും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പൈതൃകത്തെ തെറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അത് മുഴുവനും പൈതൃകത്തിനെതിരെയാണ് വരുന്നത്, വ്യക്തിക്ക് എതിരെയല്ല. മാത്രമല്ല, ഒന്നുകൂടി ഞാൻ കണ്ടിട്ടുള്ളത്, തെറ്റായിട്ട് ധരിക്കരുത്, ഞാൻ സമർപ്പിക്കുകയാണ്. മോഡേൺ മെഡിസിൻ പഠിച്ച ഡോക്ടർമാർ, നല്ല എൻജിനീയറിംഗ് പഠിച്ച എൻജിനീയർമാർ, നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, അവർ പഠിക്കുന്തോറും സിമ്പിളായിട്ട് വരുന്നത് കാണാം. ഹ്യൂമിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഉണ്ട്. ആയുർവേദം പഠിച്ചാലും അതുപോലെ ജ്യോതിഷം പഠിച്ചാലും അതുപോലെ വാസ്തുവിദ്യ പഠിച്ചാലും പഠിക്കുന്തോറും അഹങ്കാരിയായി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതൊരു സത്യം. ഞാൻ 10-20 വർഷമായിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ അതിൽ കാണുന്നൊരു കാര്യമാണ്. ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്ന ഭാരതീയ പൈതൃകം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അപ്പുറത്ത് നല്ലൊരു ഡോക്ടറായാൽ വളരെ സിമ്പിളായിട്ടാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുക. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതാണ് ആ കുട്ടിയും അമ്മയും അച്ഛനും തൃശ്ശൂരിൽ ഒരു ജ്യോതിഷൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ അടിച്ച് കലക്കി പറഞ്ഞത്, ഇത് ചേരില്ല, നോക്കണ്ട, ഞാനിത് അവസാനത്തെ വാക്കായിട്ട് പറയുന്നു. അങ്ങനെ പറയരുത്. നിങ്ങൾ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ജനാനൃതം ബ്രൂയാത് ഏഷധർമ്മ സമാതന. സത്യം പറയണം. ആ സത്യം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വേണം പറയാൻ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയ. സാമ്പാറിന് ഉപ്പ് സാമ്പാറിന് കൂടുതലാണ് പൂച്ചക്കണ്ണിന്ന് വിളിച്ച് പറയരുത്. അവർക്ക് പൂച്ചക്കണ്ണ ഉണ്ടെങ്കിൽ പൂച്ചക്കണ്ണിന്ന് വിളിക്കരുത്. ഞാൻ പൂച്ചക്കണ്ണ ഉള്ളത് കൊണ്ടല്ലേ നിന്നെ പൂച്ചക്കണ്ണിന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവുമോ?